കിടക്കയിൽ നിന്നു ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കരുത്തായി. അതെ, തൃശ്ശൂരിൽ നിന്നുള്ള കഴിഞ്ഞ 8 വർഷമായി വാതരോഗത്താൽ മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാനും, സ്ഥിരം വേദന അനുഭവിച്ചും, നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ആദ്യകാലത്ത് അവൾ പറഞ്ഞു, "എൻ്റെ ജീവിതം തീർന്നു. എൻ്റെ ജീവിതം തകർന്നു." എന്നാൽ പക്ഷേ ഒരു ദിവസം അവൾ തീരുമാനിച്ചു, "എനിക്ക് ചെയ്യാൻ പറ്റാത്തതില്ല. ചെയ്യാൻ പറ്റുന്നതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എവിടെയൊക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നതിലാണ് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്." അതെ, ആ ഒരു ദിവസമാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ചത്. അവൾ കുട്ടികൾക്ക് കിടക്കയിലിരുന്ന് ട്യൂഷൻ എടുക്കാൻ ശ്രമിച്ചു. അടുത്ത വീട്ടിലെ കുട്ടികളും ചേർന്നു. എന്നാൽ ഇപ്പോൾ അവൾ വേദന ഉള്ളൊരു ടീച്ചറല്ല. എല്ലാവർക്കും പ്രചോദനം പകരുന്ന ഒരു നല്ല ടീച്ചറാണ്. ഈ ശരീരത്തിൽ നിന്നും, ഈ സംഭവത്തിൽ നിന്നും ശരീരം തളർന്നാലും മനസ്സ് തളരേണ്ടതില്ല. നമ്മൾക്ക് എപ്പോഴും ഏത് സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഏത് സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു രോഗക്കിടക്കയിലായാലും അവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മുടെ കുടുംബത്തിനൊരു തണലാവാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഒരു നിമിഷം മാറി ചിന്തിച്ചപ്പോൾ കിടക്കയിലായിരുന്നവൾ അവിടെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ശ്രമിച്ചപ്പോൾ ആ ജീവിതം തന്നെ മാറി. ഒരിക്കൽ വിചാരിക്കാം, മറ്റൊരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോവാത്ത ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കാമായിരുന്നു. പക്ഷേ അവൾ അതിന് തയ്യാറായില്ല. ആ അവസ്ഥയിലും മുന്നോട്ട് പോകാൻ വേണ്ടി എനിക്ക് ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ചെറിയ ആ സാഹചര്യങ്ങളിലും അതിൽ നിന്ന് ഒരു വലിയ തുടക്കത്തിലേക്ക് വന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പലരും പറയുന്നുണ്ടാവും. അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ 100% വിജയിച്ചിരിക്കും. ദൈവം നിന്നോട് കൂടെ.